യൂണിറ്റ് 6 ഫ്രണ്ട്സ് ഇൻ ഷെൽഫ് അതിലെ ബാക്കി ഭാഗമാണ് സെറ്റ്സ് ഓഫ് 10. പത്തുകളുടെ കൂട്ടം. പുട്ട് എ ടിക്ക് മാർക്ക് ഇഫ് കറക്റ്റ് ആൻഡ് ക്രോസ് ഇഫ് റോങ് ഇൻ ദ ബോക്സസ്. ഇവിടെ നമുക്ക് ശരിയായതിന് ടിക്ക് ഇടാനും തെറ്റായതിന് ക്രോസ് മാർക്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നോക്കൂ എങ്ങനെയാണ്. ഫസ്റ്റ് ഇതിൽ 10 ലീവ്സ് ഉണ്ട്, നെക്സ്റ്റിലും 10. അങ്ങനെ എത്ര ടെൻസ് ആണുള്ളത്? 1 2 3 4 5 അല്ലേ? 5 ടെൻസ് ആണല്ലോ ഉള്ളത്. പക്ഷെ അവിടെ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 40 ആണ്. അപ്പൊ അത് തെറ്റല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് അവിടെ ഇടുക. നെക്സ്റ്റ് നോക്കൂ, നമുക്ക് ബാസ്ക്കറ്റിൽ മാംഗോസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അവിടെ നമുക്ക് 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര മാംഗോസ് ആണ് ഒരു ബാസ്ക്കറ്റിൽ? 10 ആണ്. അവിടെ 3 ബാസ്ക്കറ്റ്സ് ഉണ്ട്, ഓരോ ബാസ്ക്കറ്റിലും 10 മാംഗോസ്. അപ്പൊ എത്ര ടെൻസ് ആണ്? 3 ടെൻസ് ആണ് അല്ലേ? 30 അല്ലേ? അപ്പൊ 30 മാംഗോസ് അല്ലേ ഉള്ളത്? ടിക്ക് മാർക്ക് ഇടുക. അവിടെ എഴുതിയിരിക്കുന്നതും 30 എന്നാണ്. നെക്സ്റ്റ് നോക്കൂ, ഓറഞ്ചസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അവിടെ നോക്കൂ എങ്ങനെയാണ്. ഓരോ സെറ്റിലും 10 ഓറഞ്ചസ് ആണ്. അങ്ങനെ എത്ര സെറ്റുകൾ ഉണ്ട് നോക്കൂ? 4 സെറ്റ്സ് ആണ് ഉള്ളത് അല്ലേ? 4 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 അല്ലേ? പക്ഷെ അവിടെ നമ്പർ എഴുതിയിരിക്കുന്നത് 50 എന്നാണ്. അപ്പൊ അത് തെറ്റല്ലേ? എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഇടുക. നെക്സ്റ്റ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഹണി ബീസ് ആണ്, തേനീച്ചകളാണ്. ഗ്രൂപ്പ് ആയിട്ടാണ് അല്ലേ കാണിച്ചിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ എത്ര ഹണി ബീസ് ഉണ്ട് നോക്കൂ? 10 ആണല്ലോ. അങ്ങനെ എത്ര ഗ്രൂപ്പുകളാ? 1 2 3 4 5 6 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ? തെറ്റല്ലേ? ക്രോസ് മാർക്ക് ഇടുക. നെക്സ്റ്റ് ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് നോക്കൂ, ഓരോ സെറ്റിലും 10 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ്. അങ്ങനെ എത്ര സെറ്റ്സ് ആ നോക്കൂ? 1 2 3 4 5 6 7 സെറ്റ്സ് ആണ് അല്ലേ? 7 ടെൻസ് എത്രയാ? 70 അല്ലേ? അവിടെ കറക്റ്റ് ആണല്ലോ. ടിക്ക് മാർക്ക് ഇടുക. നെക്സ്റ്റ് ടൊമാറ്റോസ് ആണ് അല്ലേ? അവിടെ എങ്ങനെ തന്നെയാണ്? 10 ടൊമാറ്റോസ് ആണ് ഓരോ സെറ്റിലും. മൊത്തം എത്ര സെറ്റ്സ് ആണ്? ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്സ് എത്രയാ നോക്കൂ? കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 അല്ലേ? അപ്പൊ 5 ടെൻസ് എത്രയാ വരിക? 50 അല്ലേ? അവിടെ തന്നിരിക്കുന്നത് 50 ആണ്. അപ്പോൾ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. നെക്സ്റ്റ് മാംഗോ ഷവേഴ്സ്. ഓൺ ദ വേ ബാക്ക് ഫ്രം സ്കൂൾ മാളു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെന്റ് ടു ദ മാംഗോ ഗ്രോവ് ഓഫ് നാണുച്ചേട്ടൻ. അതായത് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി മാളുവിന്റെ കൂട്ടുകാരും കൂടിയും നാണുച്ചേട്ടന്റെ മാന്തോപ്പിലോട്ട് പോയി. അവിടെ നാണുച്ചേട്ടനെ കാണിച്ചിട്ടുണ്ടല്ലേ? മാംഗോസ് ഒക്കെ എന്താ ചെയ്യുന്നത്? ബാസ്കറ്റ്സിലേക്ക് ഫില്ല് ചെയ്യണു അല്ലേ? നാണുച്ചേട്ടൻ എന്താ പറയണെന്ന് നോക്കൂ. ഐ ഹാവ് ഫിൽഡ് എ ബാസ്കറ്റ് വിത്ത് 50 മാംഗോസ്. ഞാൻ ഒരു ബാസ്ക്കറ്റ് 50 മാങ്ങകൾ വെച്ചിട്ട് നിറച്ചു എന്ന് പറയാണ്. അവിടെ കാണിച്ചിട്ടുണ്ടല്ലേ? ബാസ്ക്കറ്റിൽ ഫുൾ ഓഫ് മാംഗോസ് ആയിട്ട് കാണാല്ലേ? മാളുവിന്റെ ഫ്രണ്ട്സും ഉണ്ട്. എന്താ പറയണെന്ന് നോക്കൂ. വി വിൽ ഹെൽപ്പ് യു ടു ഫിൽ ദ അതർ ബാസ്ക്കറ്റ്സ്. ബാക്കി കൊട്ടകളും കൂടി നിറയ്ക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയണു അല്ലേ? ഇനി എന്താ അവിടെ ആ കുട്ടി പറയണെന്ന് നോക്കൂ. ഐ വിൽ കൗണ്ട് ദി മാംഗോസ് യു പുട്ട് ഇൻ ദ ബാസ്ക്കറ്റ്. നീ കൊട്ടയിലേക്ക് ഇടുന്ന മാങ്ങകള് ഞാൻ എണ്ണാം എന്ന് പറയാണ് അല്ലേ? അപ്പൊ എന്താ പറയണ? ഓക്കെ ഗോ എഹെഡ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു അല്ലേ? മാളു പുട്ട് 10 മാംഗോസ് ഇൻ അനദർ ബാസ്ക്കറ്റ്. ഹൗ മെനി മാംഗോസ് ഇൻ ബോത്ത് ദ ബാസ്ക്കറ്റ്സ് ടുഗെദർ? നേരത്തെ നാണുച്ചേട്ടൻ 50 മാംഗോസ് ഒരു ബാസ്ക്കറ്റിൽ ഫിൽ ചെയ്തിരുന്നു അല്ലേ? ഇപ്പൊ മാളു എന്ത് ചെയ്തു? വേറൊരു ബാസ്ക്കറ്റിൽ 10 മാംഗോസും കൂടി ഇട്ടു. ഇപ്പൊ ടോട്ടൽ മാംഗോസ് എത്രയാണ്? രണ്ടും കൂടിയും ചേർത്തിട്ട് 50 and 10 അല്ലേ? 50 and 10 മേക്ക് എത്രയാ? 50യുടെ കൂടെ 10 വന്നാ 60. ബോക്സില് 60 മാംഗോസ് എന്ന് എഴുതുക കേട്ടോ. ഇഫ ആൾസോ പുട്ട് 10 മാംഗോസ് ഇൻ എ ബാസ്ക്കറ്റ്. അതായത് ഇഫയും എന്ത് ചെയ്തു? ഒരു കൊട്ടയില് 10 മാംഗോസ് ഇട്ടു അല്ലേ? ദെൻ ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് എത്രയാ? 60 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? നൗ 60 and 10 എത്രയാവുക? 60 and 10 മേക്ക് 70 അല്ലേ? 70 എന്ന് ബോക്സിൽ എഴുതുക. 70 മാംഗോസ്. അരുൺ ടുക്ക് 10 മാംഗോസ് ആൻഡ് പുട്ട് ദം ഇൻ എ ബാസ്ക്കറ്റ്. അരുൺ 10 മാങ്ങകൾ എടുത്തിട്ട് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ഇപ്പൊ എത്ര മാംഗോസാ? നൗ 70 and 10 മേക്ക് എത്രയാ? 80 മാംഗോസ്. ഷെറിൻ ആൾസോ പുട്ട് 10 more mangoes in the basket. ഷെറിനും 10 മാങ്ങകൾ കൂടിയും കൊട്ടയിലേക്ക് ഇട്ടു. ഇപ്പൊ എത്രയാ? നൗ 80 and 10 എത്രയാണ്? 90 അല്ലേ? 90 എന്ന ബോക്സിൽ എഴുതുക. 90 മാംഗോസ്. ആസിഫ് പുട്ട് 10 more in the basket. ആസിഫും 10 മാങ്ങകൾ കൂടി ഇട്ടു. അപ്പൊ എത്രയായി? 90 and 10 മേക്ക് 100 മാംഗോസ്. വെൻ ടെൻസ് ജോയിൻ, 10കൾ ചേരുമ്പോൾ ട്ടോ. ഇവിടെ ആദ്യത്തെ നമുക്ക് ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അല്ലേ? 1 ബാസ്ക്കറ്റ്സ് ഓഫ് 10 മാംഗോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എത്രയാ? 10 അല്ലേ? നെക്സ്റ്റ് നോക്കൂ, 2 ബാസ്ക്കറ്റ്സ് ഉണ്ട് അല്ലേ? 2 ബാസ്ക്കറ്റ്സ് ഓഫ് 10 മാംഗോസ് ഈച്ച് അല്ലേ? അപ്പൊ എത്രയാ വരിക? 2 ടെൻസ്. എത്രയാ വരിക? 10 + 10 എത്രയാ? 20 അല്ലേ? 20 എന്ന് എഴുതാ. നെക്സ്റ്റ് നോക്കുക, 3 ബാസ്ക്കറ്റ്സ് ഉണ്ട് 10 മാംഗോസ് വെച്ച്. 20 ഉണ്ടായിരുന്നു, 20യുടെ കൂടെ 10 വന്നു അല്ലേ? 20
പ്ലസ് 10 എത്രയാണ് 30 അല്ലേ. നെക്സ്റ്റ് നോക്കൂ, 30യുടെ കൂടെ ഒരു 10ഉം കൂടിയും ജോയിൻ ചെയ്തു. അപ്പോൾ എത്രയാ വരിക 30 പ്ലസ് 10 എന്ന് നമുക്ക് അവിടെ എഴുതണം. എത്രയാ 40 അല്ലേ. അടുത്തത് പ്ലസ് 10 എന്ന് തന്നിട്ടുണ്ട്, 40 എന്ന് എഴുതണം. 40 പ്ലസ് 10 എത്രയാ 50. നെക്സ്റ്റ് എത്രയാണ് 50 പ്ലസ് 10 അല്ലേ. അപ്പോൾ 50 പ്ലസ് 10 എത്രയാ 60 അല്ലേ. 60 എന്ന് എഴുതുക. നെക്സ്റ്റ് 60 പ്ലസ് 10 എത്രയാ 70. നമുക്കവിടെ 10 എന്ന് തന്നിട്ടുണ്ട്, 70 എഴുതണം. 70 പ്ലസ് 10 എത്രയാ 80. നെക്സ്റ്റ് 80 പ്ലസ് 10 90. 90 പ്ലസ് 10 എത്രയാ 100. 100 100. All the mangoes are in the basket now. Nanuchetan is happy. നെക്സ്റ്റ് ത്രെഡിങ് ബീഡ്സ്, മുത്തുകൾ കോർക്കുക. മാളു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ത്രെഡിങ് ബീഡ്സ് ടു മേക്ക് എ ചെയിൻ. മാളുവിന്റെ ഫ്രണ്ട്സും ഒരു ചെയിൻ ഉണ്ടാക്കാനായിട്ട് മുത്തുകൾ കോർക്കുകയാണ്. ദർ ആർ റെഡ് ആൻഡ് യെല്ലോ ബീഡ്സ്. അവിടെ ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട്. അവിടെ എന്താ കുട്ടി ചോദിക്കുന്നത്, ഹൗ മെനി ബീഡ്സ് ഡിഡ് യു ത്രെഡ്? നീ എത്ര ബീഡ്സ് കോർത്തു എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താ പറയണത് 20 യെല്ലോ ആൻഡ് 5 റെഡ്. 20 മഞ്ഞ മുത്തും 5 ചുവന്ന മുത്തും. 20 ആൻഡ് 5 മേക്ക് എത്രയാ 20യുടെ കൂടെ 5 വന്നാൽ 21 22 23 24 25 അല്ലേ വരിക. 20 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 25. ഐ ത്രെഡഡ് 20 യെല്ലോ ആൻഡ് 3 റെഡ്. ആ കുട്ടി പറയുന്നത് ഞാൻ 20 മഞ്ഞയും 3 ചുവപ്പ് മുത്തും കോർത്തു എന്ന് പറയുകയാണ് അല്ലേ. അപ്പൊ 20 ആൻഡ് 3 മേക്ക് എത്രയാണ് 23. 20 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 3 ആഡ് ചെയ്ത് നോക്കുക, എത്ര വരിക 23. ലെറ്റസ് ത്രെഡ് ബീഡ്സ്. നമുക്കിനി മുത്തുകൾ കോർക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ യെല്ലോ റെഡ് എന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സും കാണിക്കണം കേട്ടോ. യെല്ലോ നമുക്ക് തന്നിട്ടുണ്ട് 20 ബീഡ്സ് ആണെന്ന്. റെഡ് എത്രയാണ് 1 അല്ലേ. അപ്പൊ 20 ആൻഡ് 1 മേക്ക് എത്രയാണ് 20 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 21. അടുത്തത് നോക്കൂ, 20 യെല്ലോ ബീഡ്സ് തന്നെയാണ്. റെഡ് എത്രയാ 2 ബീഡ്സ് ആണ് അല്ലെ. 20 ആൻഡ് 2 മേക്ക് എത്രയാ 22. 20 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 22. നെക്സ്റ്റ് നോക്കുക, യെല്ലോ ബീഡ്സ് 20, റെഡ് നമ്മൾ എഴുതണം. എത്ര റെഡ് ബീഡ്സ് ആ നോക്കൂ, 1 2 3 അല്ലേ. 3 എന്ന ബോക്സിൽ എഴുതുക. 20 ആൻഡ് 3 മേക്ക് എത്രയാണ് 23. 20 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 23. നെക്സ്റ്റ് നോക്കുക, യെല്ലോ ബീഡ്സ് 20 തന്നെയാണ് അല്ലേ. റെഡ് ബീഡ്സ് നമുക്ക് 4 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാ 20 ആൻഡ് 4 മേക്ക് 24. നെക്സ്റ്റ് നോക്കുക, യെല്ലോ ബീഡ്സ് നമുക്ക് തന്നിട്ടില്ല എത്രയാന്ന്, റെഡ് ബീഡ്സും തന്നിട്ടില്ല. യെല്ലോ ബീഡ്സ് 20 ആണ്. റെഡ് ബീഡ്സ് കൗണ്ട് ചെയ്ത് നോക്കൂ, 5 അല്ലേ. 5 എന്ന് ബോക്സിൽ എഴുതുക. അപ്പൊ 20 ആൻഡ് 5 മേക്ക് എത്രയാ 25. അടുത്തത് നമ്പേഴ്സ് ഓൺ ദ ബീഡ്സ്. മുത്തുകളുടെ മുകളിലുള്ള നമ്പേഴ്സ് ആണ് കേട്ടോ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ ബീഡ്സ്. അതായത് മുത്തുകളുടെ മുകളിലുള്ള വിട്ടുപോയ നമ്പേഴ്സ് ഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവിടെ നോക്കൂ, ഫസ്റ്റ് മുത്തിന്റെ നമ്പർ തന്നിട്ടില്ല അല്ലെ. നെക്സ്റ്റ് 16, നെക്സ്റ്റ് 17 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ് 1 1 വെച്ചിട്ട് ഇൻക്രീസ് ആയി പോവുകയാണ് അല്ലെ. അപ്പൊ 16ന്റെ ജസ്റ്റ് ബിഫോർ എത്രയാ നോക്കണം. നമ്പർ ജസ്റ്റ് ബിഫോർ 16 എത്രയാ വരിക 16 1 കുറച്ചാൽ എത്രയാ വരിക 15 അല്ലേ. 15 എന്ന് അവിടെ എഴുതുക. then 15 16 17. the number just after 17 എത്രയാ 18 അല്ലേ. 17ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 18 അല്ലേ. അപ്പൊ ആ ബീഡിന്റെ മുകളിൽ 18 എന്ന് എഴുതുക. 19 നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതാ എഴുതേണ്ടത് 20 അല്ലേ. 20 21 തന്നിട്ടുണ്ട്. 22 23 24 25. 24 25 നമുക്കവിടെ തന്നിട്ടുണ്ട്. They went to Omana Auntie's shop. Oh, so many things. ഓമന ആന്റിയുടെ ഷോപ്പിലോട്ട് പോയി അല്ലേ, കടയിലോട്ട് പോയി. അവിടെ കുറേ തിങ്സ് ഉണ്ട് അല്ലേ. ഹൗ മെനി ഈച്ച് റൈറ്റ് ദ നമ്പർ ഇൻ ദ ബോക്സ്. ഓരോന്നും എത്രണ്ണാണ് അതിലെ നമ്പർ ബോക്സിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് എന്താ കാണിച്ചിരിക്കുന്നത് ടോഫീസ് ആണ് അല്ലേ. നമുക്കൊന്ന് കൗണ്ട് ചെയ്യല്ലേ. 2 റോസിലാണല്ലേ ചോക്ലേറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റോസ് എന്ന് പറഞ്ഞ വരികൾ നോക്കി നോക്കൂ. ഫസ്റ്റ് റോയിൽ എത്ര ചോക്ലേറ്റ്സ് ആ 1 2 3 4 5 6 7 8 9 10. അതന്നെയല്ലേ സെക്കൻഡ് റോ. അപ്പൊ 2 10s എത്രയാ 20 അല്ലേ. 20 എന്ന ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് നോക്കൂ, കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9. 9 ടോഫീസ് ആണ് അല്ലേ. 9 എന്ന ബോക്സിൽ എഴുതുക. 20 പ്ലസ് 9 എത്രയാ 20 ആൻഡ് 9 മേക്ക് 29 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. ഹൗ മെനി മോർ ടോഫീസ് വുഡ് മേക്ക് 30. എത്ര കൂടുതൽ ടോഫീസ് ആയാലാണ് 30 ആവുക. 29ന്റെ കൂടെ കൂട്ടിയാലാണ് 30 ആവുക. 1 അല്ലേ. 29 ആൻഡ് അവിടെ ബോക്സിൽ ഫിൽ ചെയ്യണം. എന്താണ് 1 മേക്ക് 30 ടോഫീസ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.